മത്തായി 25:46 ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. ഭൂമിയിലെ ജീവിതം പൂർത്തിയായാൽ അടുത്ത ഘട്ടം എന്താണെന്ന് യേശു വ്യക്തമാക്കുന്ന പല ഭാഗങ്ങൾ കാണാനാകും. ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ മൂഢന്മാരാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര തന്നെ സമ്പാദ്യം കരുതിയാലും ഏതു നിമിഷവും ജീവൻ പോകാവുന്ന ക്ഷണികനാണ് മനുഷ്യൻ. പലരും സുഖത്തോടെ ജീവിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അടുത്ത അനേക വർഷങ്ങൾക്കുള്ള പദ്ധതികൾ തയ്യാറാക്കി വച്ചിരിക്കുന്നവരും മരണശേഷം എന്ത് എന്നതിനെക്കുറിച്ച് തികച്ചും അജ്ഞരാണ്. എന്നാൽ നിത്യദണ്ഡനം, നിത്യജീവൻ എന്നിവയിലൊന്ന് കാത്തിരിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് മനുഷ്യൻ കേവലം ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ഇവർ എന്നിവിടെ പറയുന്നത് ദരിദ്രർ, രോഗികൾ, അംഗവൈകല്യമുള്ളവർ തുടങ്ങിയവരോട് ദയ കാണിക്കാതെ ക്രൂരമായി ഉപേക്ഷിച്ചവരാണെന്ന് പുറമെയുള്ള വായനയിൽ ചിന്തിപ്പിക്കും. ആകയാൽ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അശരണരെ ദയാനുകമ്പയോടെ കാണുകയും കരുതുകയും ചെയ്യണം. യേശുവിനെ കൈക്കൊള്ളുന്നത് പോലെ അവരെ കൈക്കൊള്ളണമെന്നാണ് അവിടുന്ന് കൽപ്പിച്ചത്. പലരും ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മനുഷ്യരെ വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവർക്ക് ഉറപ്പായും ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. നീതി പ്രവർത്തിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കുമെന്ന് കരുതാനും പാടില്ല. ജീവകാലത്തൊരിക്കൽ പോലും പാപം ചെയ്യാതെ ജീവിച്ചു എന്ന് അവകാശപ്പെടാൻ ആർക്കാണ് കഴിയുന്നത്? പാപം ഒന്നാണെങ്കിൽ പോലും അതിന് ശിക്ഷയുണ്ടാകും. ആകയാൽ ദൈവത്തിൻ്റെ സൗജന്യ നീതീകരണ പദ്ധതിയിൽ ആശ്രയിക്കണം. ദൈവം നമ്മുടെ പാപങ്ങൾക്കൊരുക്കിയ പരിഹാരമാണ് ക്രൂശിലെ ക്രിസ്തുവിൻ്റെ യാഗമരണം. അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവൻ യേശു തന്നു എന്ന് മനസ്സിലാക്കി അതിനാൽ എനിക്ക് പാപമോചനം വരുന്നു എന്ന് അംഗീകരിക്കുമ്പോൾ ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിക്കുന്നു. അവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.